ഹലോ. അപ്പൊ ഓണമൊക്കെ കഴിഞ്ഞ എല്ലാവരും യൂട്യൂബിൽ നമുക്ക് ഓണം വീഡിയോസ് ഒരുപാട് ഓണം വീഡിയോസ് കാണാം. അപ്പൊ ഇപ്രാവശ്യം ഏതായാലും എൻ്റെ ഒരു ഓണം ചെറിയ രീതിയിൽ ഒരു ഓണം സെലിബ്രേഷൻ വീഡിയോ ഉണ്ടാക്കണം എന്ന് മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്റെ സാഹചര്യങ്ങൾ ഒരുപാട് വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് ഒന്നും പറ്റിയില്ല. അപ്പൊ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ചെറിയ ചെറിയ വീഡിയോ എടുത്ത് ഏതായാലും ഒരു ഓണം വീഡിയോ ഞാനും ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ ഞങ്ങള് തലേന്ന് അതായത് 8-ാം നാൾ വൈകുന്നേരം പൂ പറിക്കാൻ പോയി. അതായത് ഞങ്ങൾ അവിട്ടവും തിരുവോണം മാത്രമേ പൂ വിടുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അന്ന് 8-ാം നാൾ വൈകുന്നേരം കുട്ടികളെയും കൂട്ടി പൂവൊക്കെ പറിച്ചു. കാരണം എനിക്ക് ഇഷ്ടം ഈ പൂ പറിച്ചിടുന്നത് തന്നെയാണ് കേട്ടോ. ഈ വാങ്ങിച്ച് പൂക്കളം തീർക്കുന്നത്, വലിയ വലിയ പൂക്കളം തീർക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം കുറച്ചാണെങ്കിൽ അത് നമ്മൾ നാട്ടിൻ പുറത്തൊക്കെ പോയി പിന്നെ എന്ത് ഈ ചെമ്പരത്തി പൂവും അതേപോലെ തന്നെ സ്റ്റാറും വരിയും അങ്ങനെ കണ്ട ചെക്കിയും അതുപോലുള്ള പൂക്കളൊക്കെ പറിച്ച് കുട്ടികളെയും കൂട്ടി പോയി പൂക്കളൊക്കെ പറിച്ച് പിന്നെ നമ്മള് പിറ്റേന്ന് രാവിലെ തന്നെ അതൊക്കെ ചെറിയൊരു പൂക്കളം തീർക്കുമ്പോൾ ഉള്ള സുഖം ഈ മേടിച്ച പൂ കൊണ്ട് വലിയ പൂക്കളങ്ങൾ തീർക്കുമ്പോൾ എനിക്ക് കിട്ടാറില്ല. അപ്പൊ അത് ഓരോരുത്തരുടെ താല്പര്യങ്ങളാണ്. അപ്പൊ എനിക്കിഷ്ടം ഇങ്ങനെ പറിച്ചിടുന്നതാണ്. അപ്പൊ ഞങ്ങൾ പൂക്കളമൊക്കെ പറിച്ചു. രാവിലെ ആയപ്പോ ഗയാൽസിന് പൂക്കളം തീർക്കണം തന്നെ ഒരു നിർബന്ധം. അപ്പൊ അവർക്ക് വിട്ടുകൊടുത്തു. കുറച്ചു നേരം അവരുടെ രീതിയിലൊക്കെ അവരൊന്ന് പൂക്കളമൊക്കെ ഇട്ടതിന് ശേഷം വീണ്ടും ഞങ്ങളത് മനോഹരമായിട്ട് ഒരു ചെറിയൊരു പൂക്കളായിട്ട് മാറ്റിയെടുത്തു. അതോടൊപ്പം കുറച്ച് ഫോട്ടോസ് എടുത്തു. ഓണമൊക്കെ അല്ലേ, വാട്സപ്പ് സ്റ്റാറ്റസ് ഒക്കെ ആക്കണ്ടേ. അപ്പോ കുറച്ച് നല്ല ഫോട്ടോസ് ഒക്കെ എടുത്തു. ഇന്ന് ഏതായാലും സദ്യവട്ടമൊന്നും ഇല്ല, കാരണം ആരുമില്ല, വീട്ടിൽ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ചെറിയ രീതിയിൽ നമ്മളൊരു വെച്ചു. കൂടെ തന്നെ ഒരു പായസം വെച്ചു. നമ്മുടെ ഈ പാലട പായസം വെച്ചു. പിന്നെ നമ്മുടെ ചിക്കൻ ഈ ക്യാപ്സിക്കം ഒക്കെ ഇട്ട് ഒന്ന് വരട്ടി വറ്റിച്ചെടുത്തു. അപ്പൊ ഇതാണ് ഇന്നത്തെ ഫുഡ്. അപ്പൊ വൈകുന്നേരം ആയാൽ പിന്നെ വീണ്ടും കുറച്ച് പൂവൊക്കെ പറിച്ചു. അതിനുശേഷം നമ്മൾ നാളത്തേക്കുള്ള കാര്യങ്ങൾ ഒരുക്കുകയാണ്. അപ്പോൾ തിരുവോണത്തിന് സദ്യയാണ്. അപ്പൊ സദ്യവട്ടത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കി വെക്കലാണ് രാത്രിയത്തെ പണി. കാര്യമായിട്ടുള്ള പണിയാണ്. ഉപ്പേരിക്ക് പയറൊക്കെ ചെറുതായി നുറുക്കി ഫ്രിഡ്ജിൽ എടുത്തു വെച്ചു. അതോടൊപ്പം തന്നെ അവിയല് നമ്മൾ കഷ്ണങ്ങളൊക്കെ വേവിച്ച് അന്ന് തന്നെ ഉണ്ടാക്കി വെച്ചു, തലേന്ന് തന്നെ ഉണ്ടാക്കി വെച്ചു. അതുപോലെ തന്നെ നമ്മുടെ പച്ചടിയും നമ്മൾ തലേന്ന് ഉണ്ടാക്കി വെച്ചു, രാത്രി തന്നെ ഉണ്ടാക്കി വെച്ചു. പിന്നെ പുളിങ്കറി, പുളിയും ശർക്കരയുള്ള പുളിങ്കറിയും രാത്രി തന്നെ ഉണ്ടാക്കി. അതേപോലെ സാമ്പാറിന്റെ തേങ്ങയൊക്കെ നമ്മൾ തലേന്ന് തന്നെ വറുത്തരച്ച് വെച്ചു. അതുകൊണ്ട് നമുക്ക് പിറ്റേ ദിവസം വലിയൊരു ജോലിഭാരം ഉണ്ടാവില്ല. കാരണം ഈ എല്ലാ സദ്യ ഒരുമിച്ച് ഉണ്ടാക്കുന്ന ഒരു വലിയൊരു ജോലിഭാരം ഉണ്ടാവില്ല തലേന്ന് നമ്മൾ കുറച്ചൊന്ന് ഒരുക്കി വെച്ചാല്. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് ഒരു പൂരപ്പറമ്പായിട്ടുണ്ട് അടുക്കള. ഇതൊക്കെ ഇനി വൃത്തിയാക്കിയിട്ട് ഏകദേശം ഒരു 12-1 മണിയാകുമ്പോഴാണ് ഞങ്ങൾ കിടന്നത്. ശേഷം പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റു. ഗയാൽസ് പൂവിന്റെ പണി തുടങ്ങി, പൂക്കളപ്പണി തുടങ്ങി. അപ്പൊ അവരുടെ പൂക്കളം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ എന്ത് ചെയ്തു, ചെറിയൊരു പൂക്കളമൊക്കെ ഉണ്ടാക്കി. പിന്നെ എല്ലാ സദ്യയും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും സദ്യവട്ടങ്ങളൊക്കെ ഒരുക്കി. ഇങ്ങനെയൊക്കെ ആയിരുന്നു ഗയാൽസിന്റെ ഈ വർഷത്തെ ചെറിയ രീതിയിലുള്ള ഓണാഘോഷങ്ങള്. അപ്പൊ എല്ലാരും ഓണം നന്നായി ആഘോഷിച്ചെന്ന് വിചാരിക്കുന്നു. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.